ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, ഇന്നിപ്പോൾ മൺഡേ അല്ലേ? ഓക്കെ, അപ്പം ഞാൻ ജസ്റ്റ് ഗൈഡൻസ് ആയിട്ട് എടുക്കുന്നുണ്ട്. നിങ്ങൾക്കുള്ള ഇന്നത്തെ ദിവസം അല്ലെങ്കിൽ ഇന്നത്തെ ദിവസത്തേക്ക് നിങ്ങൾക്കുള്ള അഡ്വൈസ്, ഗൈഡൻസ് യൂണിവേഴ്സ് എന്താ തരുന്നത് നോക്കാം. ഓക്കെ, ലെറ്റ്സ് സി. കൂടുതൽ ഞാൻ വേറൊരു ക്വസ്റ്റ്യൻ മനസ്സിൽ വിചാരിച്ചായിരുന്നു, പിന്നെ ഓർമ്മ വന്നു മൺഡേ അല്ലേ, അപ്പോൾ മൺഡേ ആകുമ്പോൾ ഒരു ഗൈഡൻസ് ആയിട്ട് ഇരിക്കട്ടെ അല്ലേ. ഓക്കെ, നോക്കാം. 3 of Cups ഉണ്ട്. വെരി ഗുഡ്. King of Wands, Justice, Magician. വാവ്, വളരെ പോസിറ്റീവ് കാർഡ്സ് ആണ്. ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് നല്ലൊരു പോസിറ്റീവ് എനർജിയാണ് എനിക്ക് കാണുന്നത്. നിങ്ങളുടെ ഓക്കെ, ഹോൾ റീഡിങ്ങിൽ പോസിറ്റിവിറ്റി ആണ്. ഡെവിലിനെ നോക്കണ്ട, സാരമില്ല, താഴെയാണ്, ഒരുപാട് ഇട്ടേക്കാം. ഓക്കെ, നോ പ്രോബ്ലം. ഓക്കെ, ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള എനർജീസ് ആണ് എനിക്ക് ഇവിടെ കാണുന്നത്. നിങ്ങൾ എന്തെങ്കിലും ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കാനും അതിനുവേണ്ടി എന്തെങ്കിലും ചെയ്യാനും ആക്ഷൻ എടുക്കാനും ഒക്കെ തയ്യാറാവുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും മെസ്സേജസ് വരുന്നതായിട്ട് കാണുന്നുണ്ട്. എന്തെങ്കിലും ന്യൂസ് വരുന്നതായിരിക്കാം. നിങ്ങൾ എന്തെങ്കിലും വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ മെസ്സേജ് വരും. ഓക്കെ, എന്തെങ്കിലും ട്രാവലിൻ്റെ കാര്യമുണ്ടെങ്കിൽ ചിലപ്പോൾ ട്രാവലിൻ്റെ പ്ലാൻസ് വല്ലതും നടക്കുന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ചായിരിക്കാം ചിലപ്പോൾ എന്തെങ്കിലും മെസ്സേജസ് വരുന്ന കാണുന്നുണ്ട്. എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഒന്ന് മുന്നോട്ട് മൂവ്മെൻറ്റ് എന്ന രീതിക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, നിങ്ങളെ ആഗ്രഹിച്ച ചില കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതായിട്ട് നമുക്ക് പറയാം. നിങ്ങൾ എന്തെങ്കിലും ചെയ്യുന്ന വർക്ക്, നിങ്ങൾ പഠിക്കുന്ന കാര്യം, അല്ലെങ്കിൽ ഫാമിലിയുടെ കാര്യത്തിൽ, റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ, എന്ത് തന്നെയായാലും ഓക്കെ, കുറച്ച് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതാണ്. എനിക്കിത് എനർജി ഇന്ന് വളരെ സ്ട്രോങ് ആയി തോന്നി, അതുകൊണ്ട് ആദ്യം ഇതിനെ പറ്റി പറഞ്ഞേ. ഓക്കെ, നിങ്ങൾ ആഗ്രഹിച്ച ഒരു കാര്യമാണ്. ഓക്കെ, നിങ്ങൾ ആഗ്രഹിച്ച ഒരു കാര്യമാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത്. യൂണിവേഴ്സ് നിങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് എന്താണോ വേണ്ടത് നിങ്ങൾക്ക് എത്തിക്കുന്നുണ്ട്. നിങ്ങൾ മനസ്സുകൊണ്ട് അത്രത്തോളം ആഗ്രഹിച്ച് കാണാം. മാനിഫെസ്റ്റേഷൻ മെത്തേഡ്സ് യൂസ് ചെയ്ത് കാണാം. ഓക്കെ, യൂണിവേഴ്സുമായിട്ട് നിങ്ങൾ ശരിക്കും പ്രാർത്ഥിക്കുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങൾ ഒരുപാട് പ്രാർത്ഥിച്ച് കാണാം എന്തെങ്കിലും ഒരു കാര്യം നടന്നു കിട്ടാൻ വേണ്ടിയിട്ട്. ഓക്കെ, അതെല്ലാം നടക്കുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. നിങ്ങളുടെ എഫേർട്ട് ഉണ്ട്. ഓക്കെ, നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള എഫേർട്ട് തീർച്ചയായിട്ടും ഉണ്ട്. നിങ്ങൾ ചെയ്തിട്ടുണ്ട് കാര്യങ്ങൾ, നിങ്ങൾ വേണ്ടതെല്ലാം ചെയ്ത് റെഡിയാണ്. നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്, നിങ്ങൾ മാക്സിമം നിങ്ങൾ ശ്രമിച്ചിട്ടുമുണ്ട്. ഓക്കെ, അതിൻ്റെ റിസൾട്ടായിട്ടാണ് എനിക്ക് ഇവിടെ സന്തോഷമാണ്. ഫസ്റ്റ് തന്നെ വന്ന് നമുക്ക് സെലിബ്രേഷനാണ്. ഓക്കെ, നിങ്ങൾ ഇന്നത്തെ ദിവസം വളരെ ഹാപ്പി ആയിട്ട് ഫീൽ ചെയ്യും. വളരെ പോസിറ്റീവ് എനർജി ഉണ്ടാവും. നിങ്ങൾക്ക് എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങൾക്ക് ലൈഫിൽ നടക്കുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നും. ഒരു സന്തോഷം ഉള്ളിൽ നിന്ന് വരുന്ന ഒരു സന്തോഷമായിരിക്കും. ചിലപ്പോൾ ഫ്രണ്ട്സിൻ്റെ കൂടെ എൻജോയ് ചെയ്യുന്നതായിരിക്കാം, ഫാമിലിയുടെ കൂടെ എൻജോയ് ചെയ്യുന്നതായിരിക്കാം. ഓക്കെ, ഇതിപ്പോൾ മൺഡേ ആണ് എനിക്കറിയാം, ബട്ട് എന്നാലും ഓക്കെ, ഐ തിങ്ക് ഇന്ന് മേ ബി കൊളീഗ്സിൻ്റെ കൂടെ ചിലപ്പോൾ നല്ലൊരു ജോലി സ്ഥലത്തൊക്കെ ഫ്രണ്ട്സിൻ്റെ കൂടെ, കോളേജിലാണ് പഠിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഫ്രണ്ട്സിൻ്റെ കൂടെ എൻജോയ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ വളരെ ക്രിയേറ്റീവായിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഓക്കെ, ഇപ്പോൾ എന്തെങ്കിലും ലൈക്ക് ഇവിടെ ന്യായമായിട്ടാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, ഒന്നാമത് ജസ്റ്റിസ് എന്ന് പറയുമ്പോൾ ലീഗൽ മാറ്റേഴ്സ്. ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും ലീഗൽ മാറ്റേഴ്സ് എന്തെങ്കിലും നടക്കുന്നുണ്ടെങ്കിൽ അതിൽ നിങ്ങൾ വിൻ ചെയ്യും. ഓക്കെ, കാരണം എല്ലാം പോസിറ്റീവ് കാർഡ്സ് തന്നെയാണ് ഇവിടെ, നമുക്ക് വേറെ ഒന്നുമില്ല. ഓക്കെ, നിങ്ങൾക്ക് ന്യായം യൂണിവേഴ്സ് തരുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. നിങ്ങൾ ചെയ്ത പ്രവൃത്തി, ഓക്കെ, നിങ്ങളിപ്പോൾ എഫേർട്ട് ഇട്ടു, പഠിക്കാൻ എഫേർട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു, എക്സാം അപ്പോൾ ക്ലിയർ ആവും. ഓക്കെ, ജോലിക്ക് അപ്ലൈ ചെയ്യും, നിങ്ങളെല്ലാം വേണ്ടി പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്, അത് നിങ്ങൾക്ക് ജോലി കിട്ടും എന്ന് പറയാം. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ വേറെ റിലേഷൻഷിപ്സിൽ എല്ലാത്തിലും നിങ്ങൾ ഫാമിലിക്ക് വേണ്ടിയിട്ടായാലും നിങ്ങളെല്ലാം അങ്ങോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ന്യായം പോലെ നിങ്ങൾക്കും കൂടി കിട്ടും. ഓക്കെ, നിങ്ങൾക്കും അവിടുന്ന് ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് ഉണ്ടാവും. ഓക്കെ, ജസ്റ്റിസ് നിങ്ങളുടെ ഭാഗത്തുണ്ടാവും. ജസ്റ്റിസ് നിങ്ങളുടെ കൂടെയാണ്. നിങ്ങളും ഐ തിങ്ക് വളരെയധികം ഒരു ജസ്റ്റിസിൽ വിശ്വസിക്കുന്ന വ്യക്തിയാണ്. അതായത് നിങ്ങൾ ആരെയും ഹേർട്ട് ചെയ്യില്ല. ഓക്കെ, അങ്ങനത്തെ ഒരു വ്യക്തിയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ മറ്റുള്ളവരുടെ ഭാഗത്തു നിന്നും നിങ്ങൾക്ക് എന്തെങ്കിലും തെറ്റായിട്ട് നിങ്ങളുടെ അടുത്ത് നടന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാം സോൾവ് ആയിട്ട് വരും. ഓക്കെ, ഇവിടെ വളരെ ഹാപ്പി ആയിട്ടൊരു എനർജിയാണ് എനിക്കിന്ന് ഫീൽ ചെയ്യുന്നത്. ഈ ക്രിയേറ്റീവ് എനർജി എനിക്ക് വളരെ ഹൈ ആയിട്ട് തോന്നുന്നുണ്ട്. മേ ബി ഇന്ന് നിങ്ങൾ എഴുത്തുകാരോ പാട്ടുകാരോ അങ്ങനത്തെയൊക്കെ വല്ലവരൊക്കെ ആണെങ്കിൽ, ആർട്ടിസ്റ്റിക് ഒക്കെ ആണെങ്കിൽ യെസ്, നിങ്ങൾക്ക് അതും കൂടി നടക്കുന്നതായിട്ടാണ് തോന്നുന്നത്. ലൈക്ക് അതിൽ കുറച്ചുകൂടി മൂവ്മെൻറ്റ് ഉണ്ടാവാം. മേ ബി എഴുതലോ അങ്ങനത്തെ വല്ലതൊക്കെ ഉണ്ടെങ്കിൽ മേ ബി അതിനൊരു നിങ്ങൾക്ക് സെലിബ്രേഷൻ അതിൽ, അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും അച്ചീവ്മെൻറ്റ് വരുന്ന പോലെ. ഓക്കെ, എന്തിലെങ്കിലും കാര്യത്തിൽ നിങ്ങൾ സ്റ്റക്ക് ആയിട്ടുണ്ടെങ്കിൽ തന്നെ ഓക്കെ, ആ ഒരു സിറ്റുവേഷനെ ഹാൻഡിൽ ചെയ്യുക. എന്ത് സിറ്റുവേഷൻ ആയാലും ലൈഫിൽ ഏത് സിറ്റുവേഷൻ നിങ്ങൾ എന്ത് ഫേസ് ചെയ്യുന്നുണ്ടെങ്കിലും ശരി, അതിന് നിങ്ങൾക്ക് സൊല്യൂഷൻസ് ആലോചിച്ച് ചെയ്യാൻ കിട്ടും എന്ന രീതിക്കാണ് എനിക്ക് കാണുന്നത്. വളരെ ക്രിയേറ്റീവായിട്ട് ഐഡിയാസ് എന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത്? നമ്മൾ വരച്ചിട്ട് ഇതാക്കലല്ല. ഓക്കെ, ക്രിയേറ്റീവ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഐഡിയ വളരെ ലൈക്ക് നല്ല ഐഡിയാസ് വരും. ഓക്കെ, ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം നമ്മളൊരു നേരെ വഴിക്ക് പോകണം, അവിടെ ഒരു ബ്ലോക്ക് കണ്ടു. ഓക്കെ, ബ്ലോക്ക് കണ്ടാൽ ചിലവരുണ്ടാവും നമ്മൾ ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്ന രീതിക്ക് ഒരു നെഗറ്റീവ് തിങ്കിങ്ങിലേക്ക് പോകുന്നത്. പക്ഷേ നിങ്ങൾ അങ്ങനെയല്ല. ഓക്കെ, ഇവിടെ തടസ്സമുണ്ടോ, ശരി എന്നാൽ ആ വഴിക്ക് പോകണോ, അവിടെയും പറ്റില്ലേ, ഓക്കെ എന്നാൽ വേറെ വഴിക്ക് പോകണോ, അങ്ങനെ ചിന്തിക്കുന്ന ഒരു ക്രിയേറ്റീവ് മൈൻഡ് എന്ന് പറയാം.
ഓക്കെ, പെട്ടെന്നല്ലേ ക്വിക്ക് തിങ്കിങ്. ഓക്കെ, പെട്ടെന്ന് നമുക്ക് അങ്ങനെ ഐഡിയാസ് വരിക, അതിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുക. ഓക്കെ, വിഷമങ്ങളോ സിറ്റുവേഷൻസോ വരുമ്പോൾ നിങ്ങൾ ഡൗൺ ആവുന്നുണ്ടാവും, ഇല്ല എന്നല്ല. ഓക്കെ, ബട്ട് എന്നാലും അതിനെ ഓവർകം ചെയ്യാൻ നിങ്ങളുടെ മനസ്സിനൊരു ധൈര്യവും കഴിവും ഒക്കെ ഉണ്ട്. ഓക്കെ, അതിവിടെ നിങ്ങളുടെ ആ ഒരു മാനിഫെസ്റ്റേഷൻ പവേഴ്സ് എനിക്ക് കാണുന്നുണ്ട്. നിങ്ങൾ ശരിക്കും നിങ്ങളുടെ ലൈഫ് നിങ്ങൾ മാറ്റിയെടുക്കുന്ന പോലെയാണ് എനിക്ക് കാണുന്നത്. ആൻഡ് ഇന്നത്തെ ദിവസം എന്തായാലും വളരെ ഹാപ്പി എനർജിയാണ്, വളരെ പോസിറ്റീവ് എനർജിയാണ്. ആക്ഷൻ എടുക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ചിലവർക്ക് ജോലിയുടെ കാര്യത്തിലൊക്കെ ജോലി കിട്ടുക, അല്ലെങ്കിൽ അബണ്ടൻസ് എന്ന രീതിക്ക് കാണുന്നുണ്ട്. ഓക്കെ, യാ, ഓക്കെ, എന്തായാലും വളരെ വളരെ പോസിറ്റീവ് എനർജിയാണ് ഇന്നത്തെ. ചിലവർക്ക്, കുറച്ച് പേർക്ക് നിങ്ങൾ മേ ബി ഫ്രണ്ട്സിൻ്റെ കൂടെ എന്തെങ്കിലും സെലിബ്രേഷനോ കാര്യങ്ങളോ ഉണ്ടാവാം ഇന്നത്തെ ദിവസം. ഓക്കെ, ഇന്നത്തെ ദിവസം അല്ലെങ്കിൽ ഈ അടുത്ത ദിവസങ്ങളിൽ എന്ന് കണക്കാക്കിക്കോളൂ. എനർജി കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആവും. ഓക്കെ, നിങ്ങൾ എന്ന് ഈ റീഡിങ് കാണുന്നു അന്നത്തെ ദിവസം ഈ റീഡിങ് നിങ്ങൾക്ക് മാച്ച് ആവും, അതുകൊണ്ട്. ഓക്കെ, പിന്നെ ഇവിടെ നിങ്ങൾ എന്തെങ്കിലും നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ, ഓക്കെ, നടക്കാതെ പോകുന്ന എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ മാനിഫെസ്റ്റേഷൻ ട്രൈ ചെയ്യുക എന്നൊരു അഡ്വൈസ് കൂടി പറയാം. ഓക്കെ, എന്തായാലും ഇവിടെ എനിക്ക് പോസിറ്റീവ് എനർജി മൂവ്മെൻ്റ് ആണ് കാണുന്നത്, കമ്മ്യൂണിക്കേഷൻ ആണ് കാണുന്നത്. ഓക്കെ, കമ്മ്യൂണിക്കേഷൻ്റെ കാര്യമാണ്. സോ ഇതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് ഈ എഴുത്തുകാരോ വലതൊക്കെ ആണെങ്കിൽ മേ ബി ന്യൂസ് റിപ്പോർട്ടിങ് അല്ലെങ്കിൽ എഴുത്തിൻ്റെ സംസാരിക്കില്ല, മോട്ടിവേഷൻ സ്പീക്കേഴ്സ് അങ്ങനത്തെയൊക്കെ ആണെങ്കിൽ, നിങ്ങൾ യൂട്യൂബ് ചാനലോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലോ എല്ലാം നിങ്ങൾക്കൊരു ഗ്രോത്ത് എനിക്ക് അതിലൊക്കെ ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. എല്ലാ സിറ്റുവേഷനും പറയാൻ ശ്രമിക്കുകയാണ്, നിങ്ങളുടെ ലൈഫുമായിട്ട് കണക്ട് ചെയ്ത് മാക്സിമം പറയാൻ പറ്റുന്നത്. ഓക്കെ, എന്തായാലും ഇവിടെ ന്യായം വരുന്ന രീതിയിൽ കാണുന്നുണ്ട്. സോ നിങ്ങളോട് ആരെങ്കിലും തെറ്റായിട്ട് എന്തെങ്കിലും ബിഹേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ന്യായം എന്ന് നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം ഐ തിങ്ക് അതുകൊണ്ടായിരിക്കും നിങ്ങൾ വളരെയധികം ഹാപ്പി ആയിട്ട് മേ ബി ആരെങ്കിലും നിങ്ങളോട് വന്ന് സോറി പറയുന്നതായിട്ടോ. ഓക്കെ, യെസ്, അങ്ങനെയൊക്കെ ഒരു എനർജിയാണ്. എന്തായാലും വളരെ പോസിറ്റീവ് എനർജിയാണ്. ഐ തിങ്ക് നിങ്ങൾ ആ പോസിറ്റീവ് എനർജിയിൽ ഇരിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങളിലേക്ക് നല്ലത് വരും ചെയ്യും. ഓക്കെ, പ്രൊട്ടക്ഷൻ, കോൺഫിഡൻസ്, സ്പിരിറ്റ് ഗൈഡ്സ്, ഡ്രീംസ് ആൻഡ് കമ്മിറ്റ്മെൻറ്റ്. ഫൈനാൻഷ്യൽ ഹെൽത്തും കാണുന്നുണ്ട്. മാനിഫെസ്റ്റേഷൻ ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾക്ക് എന്തെങ്കിലും വേണമെങ്കിൽ മേ ബി നിങ്ങൾ ഓൾറെഡി മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് കിട്ടും എന്നുമാണ്. അല്ലാതെ മീൻസ് ഫൈനാൻഷ്യൽ കാര്യങ്ങൾ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ടാവാം. എനിക്ക് ഞാനിവിടെ നേരത്തെ പറഞ്ഞു ഫൈനാൻഷ്യൽ അബണ്ടൻസ് എനിക്ക് ഇവിടെ കാണുന്നുണ്ട്. ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് എന്തെങ്കിലും മേ ബി സാലറിയിൽ വല്ല, ജോലി സ്ഥലത്ത് വല്ല പ്രൊമോഷനോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ വല്ല ഫൈനാൻഷ്യൽ ഒരു ബെനിഫിറ്റ് ഉണ്ടാവുന്ന ഒരു ദിവസമായിട്ട് കാണുന്നുണ്ട്. ഫൈനാൻഷ്യൽ ഹെൽത്ത് ബെറ്റർ ആവും. നിങ്ങളുടെ ഓവറോൾ നിങ്ങളുടെ ലൈക്ക് കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഫൈനാൻസിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഫേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മാറി വരും. ഓക്കെ, നിങ്ങൾ എന്താണോ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തത് അത് നിങ്ങൾക്ക് നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ ശ്രമിക്കുക, മാനിഫെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ മൈൻഡ് കൊണ്ട് ലൈക്ക് വളരെ സ്ട്രോങ് ആയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ അതിനെ പോസിറ്റീവായിട്ട് ചിന്തിക്കുക അതിനെ പറ്റിയിട്ട്. ഓക്കെ, അത് നടക്കുമോ ഇല്ല അങ്ങനെ ക്വസ്റ്റ്യൻസ് കൊണ്ടുവരരുത്. ഓക്കെ, നിങ്ങൾ പോസിറ്റീവായിട്ട് ചിന്തിക്കുക. എനിക്ക് എന്താണോ ആഗ്രഹിക്കുന്നത് അത് ന്യായമായതാണെങ്കിൽ എനിക്ക് കിട്ടും എന്ന രീതിക്ക് നിങ്ങൾ ചിന്തിക്കുക. നമ്മുടെ ന്യായത്തിൻ്റെ കാര്യമാണ്. യൂണിവേഴ്സ് നിങ്ങൾക്ക് തരും, നിങ്ങൾ അതിനുള്ള എഫേർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ. ഓക്കെ, നിങ്ങൾ അത് അർഹിക്കുന്ന ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് വന്നിരിക്കും. ഓക്കെ, ഇവിടെ കോൺഫിഡൻസ് പറയുന്നുണ്ട്, നിങ്ങൾ കോൺഫിഡൻസ് കൊണ്ടുവരാം. ഓക്കെ, ഒരു മജീഷ്യനെ പോലെ ആവുക. നിങ്ങൾക്ക് എന്താണോ വേണ്ടത് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ നിങ്ങളുടെ കയ്യിൽ തന്നെ എല്ലാ പവേഴ്സും ഉണ്ട്. ഒന്നാമത്തെ കാര്യം. ഓക്കെ, എന്താണോ വേണ്ടത് അത് അച്ചീവ് ചെയ്യാൻ നിങ്ങളുടെ കയ്യിൽ പവേഴ്സ് ഉണ്ട്. എന്ന് മാത്രമല്ല നിങ്ങൾക്കൊരു വളരെയധികം ഐ തിങ്ക് കഴിവുകളുണ്ട്. നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്തെടുക്കാനും അട്രാക്ട് ചെയ്തെടുക്കാനുള്ള പവേഴ്സ് ഉണ്ട്. കോൺഫിഡൻ്റ് ആവുക നിങ്ങൾ. ഓക്കെ, നിങ്ങൾ എന്താണ് എന്നുള്ള തിരിച്ചറിയുക. നിങ്ങൾക്ക് കഴിവുകൾ നിങ്ങൾ തിരിച്ചറിയുമ്പോൾ തന്നെ നമുക്കൊരു കോൺഫിഡൻസ് വരും. ഓക്കെ, പ്രൊട്ടക്ഷൻ ഉണ്ട്, യൂണിവേഴ്സിൻ്റെ പ്രൊട്ടക്ഷൻ നിങ്ങൾക്ക് എപ്പോഴും ഉണ്ട്, പേടിക്കേണ്ട. നിങ്ങൾക്ക് എന്തെങ്കിലും ടെൻഷൻ ഉണ്ടെങ്കിൽ ലൈക്ക് നിങ്ങളുടെ ഹെൽത്തിനെ കുറിച്ചോ നിങ്ങളുടെ കരിയറിനെ കുറിച്ചോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലി ആരെങ്കിലും മെമ്പേഴ്സിനെ കുറിച്ചോ നിങ്ങൾക്ക് എന്തെങ്കിലും ടെൻഷൻ ഉണ്ടെങ്കിൽ ഇവിടെ മക്കളെ കുറിച്ചൊക്കെ മേ ബി ചിലവർക്ക് കുറച്ച് പേർക്ക് മക്കളെ കുറിച്ചായിരിക്കാം എന്തെങ്കിലും ടെൻഷൻ ഉണ്ടെങ്കിൽ അതിനെ പറയുന്നത് പ്രൊട്ടക്റ്റഡ് ആണ് എന്ന രീതി. കാരണം ഇവിടെ ഒരു പ്രഗ്നൻസിയുടെ ഒരു ഇതുണ്ട്, അതുകൊണ്ടാണ്. സോ മേ ബി മക്കളെ കുറിച്ചോ എന്തെങ്കിലും പ്രഗ്നൻ്റ് ആണെങ്കിൽ അതിനെക്കുറിച്ചോ നിങ്ങൾക്ക് വറി ഉണ്ടെങ്കിൽ ഇവിടെ പറയുന്നത് ഡോണ്ട് വറി, യൂണിവേഴ്സ് നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. നിങ്ങൾക്കും ഉണ്ട്, നിങ്ങളുടെ ഫാമിലിക്കും ഉണ്ട്, എന്തിനായാലും. ഓക്കെ, സ്പിരിറ്റ് ഗൈഡ്സ് നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, യൂണിവേഴ്സ് നിങ്ങളുടെ ഒപ്പം ഉണ്ട്, ഏഞ്ചൽസ് നിങ്ങളുടെ ഒപ്പം ഉണ്ട്, ഡോണ്ട് വറി. ഓക്കെ, അവർ നിങ്ങളെ കറക്റ്റായിട്ടുള്ള വഴിയിലേക്ക് നിങ്ങളെ ഗൈഡ് ചെയ്യുമെന്നാണ്. ഓക്കെ, ആൻഡ് ഡ്രീംസിൻ്റെ ത്രൂ ചിലപ്പോൾ നിങ്ങൾക്ക് മെസ്സേജസ് കിട്ടുന്നുണ്ടാവാം. ഓക്കെ, ഈ മെസ്സേജസ് ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ മേ ബി ഡ്രീംസിൽ കിട്ടുന്ന മെസ്സേജസ് ആയിരിക്കാം. ഓക്കെ, അതായത് നിങ്ങൾക്ക് സ്വപ്നത്തിൽ ചില കാര്യങ്ങൾ കാണും, ആ കാണുമ്പോൾ അത് യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്ന എന്തെങ്കിലും മെസ്സേജ് ആയിരിക്കും. നിങ്ങളുടെ ലൈഫിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി എന്തെങ്കിലും സഹായമായിട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ സ്റ്റക്കായിട്ടൊക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ ചിലപ്പോൾ നിങ്ങൾക്ക് ഡ്രീംസിൽ കിട്ടും. ഓക്കെ, അത് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. ആൻഡ് ഇവിടെ കമ്മിറ്റ്മെൻറ്റ് കാണുന്നുണ്ട്. ഓക്കെ, കുറച്ച് പേർക്ക് ഇവിടെ മാരേജ് കമ്മിറ്റ്മെൻറ്റ് അങ്ങനത്തെ കാര്യങ്ങൾ കാണുന്നുണ്ട്. റിലേഷൻഷിപ്പിൻ്റെ കമ്മിറ്റ്മെൻറ്റ് എന്ന രീതിക്കുണ്ട്. ഏതെങ്കിലും വ്യക്തിയുമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളോ എന്തെങ്കിലും ഉണ്ടായിരുന്നാണെങ്കിൽ ഇനി മുന്നോട്ട് അത് കമ്മിറ്റ്മെൻറ്റിലേക്ക് പോകുന്നതായിട്ട്, ആരോടെങ്കിലും നിങ്ങൾ റിലേഷൻഷിപ്പ് ആണെങ്കിൽ തന്നെ അത് നെക്സ്റ്റ് ലെവൽ ഓഫ് കമ്മിറ്റ്മെൻറ്റിലേക്ക് പോകുന്നതായിട്ട് പറയാം.
ഓക്കെ. സോ കമ്മിറ്റ്മെൻറ്റും ഉണ്ട്, വളരെ ലോയലായിട്ട് നിങ്ങളുടെ കൂടെ ആരെങ്കിലും ഉണ്ടാവും. ഓക്കെ, അതിപ്പോൾ ഫ്രണ്ട് ആവാം, ഈവൻ ഫ്രണ്ടും ആവാം. ഓക്കെ, അല്ലെങ്കിൽ റിലേഷൻഷിപ്പിലാവാം. ഓക്കെ, സോ വളരെ കമ്മിറ്റഡ് ആയിട്ട് രണ്ടുപേര് തമ്മിലൊരു കമ്മിറ്റ്മെൻറ്റ്. മേ ബി ചിലവർക്ക് മാരേജ് തീരുമാനിക്കുന്നതായിരിക്കും, അങ്ങനെയും പറയാം. ഓക്കെ, ഇവിടെ പ്രഗ്നൻസിയും കണ്ടു, സോ മാരേജും ഒരു ചാൻസസ് ഉണ്ട്. സോ ഓക്കെ, അങ്ങനെ ചില കാര്യങ്ങളൊക്കെയാണ് ഇവിടെ. ഓരോരുത്തർക്ക് ഓരോന്നായിരിക്കും, എല്ലാവർക്കും എല്ലാം മാച്ച് ആവണമെന്നില്ല. സോ നിങ്ങൾക്ക് പറ്റുന്നത് നിങ്ങൾ എടുക്കാം. ഓക്കെ, നിങ്ങൾക്ക് മാച്ച് ആവുമെന്ന് തോന്നുന്നത് നിങ്ങൾ എടുക്കാം. എനിവേ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാം നിങ്ങളുടെ. ഓക്കെ, ആൻഡ് ഐ തിങ്ക് വളരെ ഇന്നത്തെ ദിവസം പോസിറ്റീവാണ്. സോ ബി ഹാപ്പി. ഓക്കെ, എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.